നമ്മൾ ഒളിമ്പിക് സ്വിമ്മേഴ്സിനെ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്വിമ്മേഴ്സിനെ എല്ലാവരും എടുത്ത് നോക്കിയാൽ എല്ലാവർക്കും നല്ല സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് നല്ല അടിപൊളി ബോഡിയാണ്. അവരെല്ലാം ഭയങ്കര ടോളാണ്, നല്ല ലീനാണ്, നല്ല ടോൺഡ് ആയിട്ടുള്ള മസിൽസ് ആണ് അവർക്കുള്ളത്. പിന്നെ അവർ നല്ല സ്ട്രോങ്ങുമാണ്. ഈ പ്രൊഫഷണൽ സ്വിമ്മേഴ്സ് വെള്ളത്തിൽ കിടന്ന് ആയിരക്കണക്കിന് സ്ട്രോക്സ് ആണ് ഒരു സെക്ഷനിൽ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ ആംസും ബാക്ക് മസിൽസും അവരുടെ ലെഗ്സും അവരുടെ അബ്ഡോമിനൽ റീജിയനും അവരുടെ കോറും ഇതെല്ലാം പക്ക സ്ട്രോങ് ആണ്, നല്ല ടോണ്ടും ആണ്. ഫേമസ് ഒളിമ്പിക് സ്വിമ്മേഴ്സായ നാഥൻ ഏഡ്രിയനും മൈക്കിൾ ഫിലിപ്സും കാറ്റി ലഡാക്കിയും ഇവർക്കെല്ലാവർക്കും നല്ല എക്സെപ്ഷണൽ ബോഡിയാണ്. പക്ഷെ നമ്മുടെ ചോദ്യം അതല്ല, ഇവർ സ്വിമ്മിങ്ങിലൂടെ മാത്രമാണോ ഇവർക്ക് ഇത്രയും നല്ല മസ്കുലർ ബോഡി ഒക്കെ കിട്ടിയത്? നമുക്കൊന്ന് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാം. നമ്മൾ 50 വർഷം മുന്നേ ഉള്ള സ്വിമ്മേഴ്സിനെയൊക്കെ എടുത്ത് നോക്കിയാൽ ഒളിമ്പിക്സിൽ അന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത അവരെല്ലാം ഫിറ്റാണ്, പക്ഷെ അവരൊക്കെ ഭയങ്കര ലീനാണ്. അവർക്ക് ഒട്ടും സൈസ് ഇല്ല. പക്ഷെ അവരെയും ഇന്നത്തെ ആളുകളെയും കൂടി കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇന്നത്തെ ആളുകൾ അവരെക്കാളും നല്ല ജാക്ഡ് ആണ്, ഭയങ്കര റിബ്ഡ് ആണ്. അത് മാത്രമല്ല അവരെക്കാളും സ്പീഡിൽ സ്വിം ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർക്കും ഏകദേശം ഇവരെ പോലെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആഡ്രിയനൊക്കെ 6 feet 6 inches ഹൈറ്റ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന പെണ്ണുങ്ങൾക്കും 6 feet മേളിൽ ഹൈറ്റ് ഉണ്ട്. ഇവരെല്ലാം പണ്ട് ഒരു 50 വർഷം മുന്നേ സ്വിം ചെയ്തുകൊണ്ടിരുന്നവരെക്കാളും നല്ല സ്പീഡിലാണ് സ്വിം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവരെക്കാളും നല്ല മാസം ഉണ്ട്, ഇവർക്ക് വെയിറ്റും ഉണ്ട്, ഭയങ്കര മസ്കുലറുമാണ്. ഇത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇവരെങ്ങനെ ഇപ്പോഴത്തെ സ്വിമ്മേഴ്സ് എങ്ങനെ ഇത്രയും സ്ട്രോങ് ആയി? അതിനെനിക്ക് ഒന്നേ പറയാനുള്ളൂ, സ്ട്രെങ്ത് ട്രെയിനിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫേമസ് ഒളിമ്പിക് സ്വിമ്മേഴ്സ് എല്ലാവരും സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ഒളിമ്പിക്സ് മെഡൽ വാരിക്കൂട്ടിയ മൈക്കിൾ ഫിലിപ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആഴ്ചയിൽ 3-4 തവണ സ്ട്രെങ്ത് ട്രെയിനിങ് ജിമ്മിൽ ചെയ്യുമെന്ന്. അദ്ദേഹം മാത്രമല്ല, ഇപ്പോൾ ഉള്ള മിക്ക ഒളിമ്പിക് സ്വിമ്മേഴ്സും സ്ട്രെങ്ത് ട്രെയിനിങ് അവരുടെ റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കാണുന്ന ഈ പ്രൊഫഷണൽ സ്വിമ്മേഴ്സ്, നമ്മൾ ഈ ഒളിമ്പിക്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആണ്. അവരുടെ ജനറ്റിക്സും അടിപൊളിയായിരിക്കും. അപ്പം ഇൻ കേസ് അവർ വെയിറ്റ് ട്രെയിനിങ് ചെയ്തില്ലേ പോലും അവർക്കൊരു മസിൽ ഡെഫിനിഷൻ ഓൾറെഡി കാണും. കാരണം അവരൊക്കെ നല്ലൊരു ജനറ്റിക്സിൽ പെടുന്ന ആളുകളായിരിക്കും. കാരണം സ്വിമ്മിങ്ങിനെ പറ്റി നിങ്ങളൊന്ന് ഓർത്തേ, സ്വിമ്മിങ്ങിന് ഏത് സൈസും ഏത് വെയിറ്റും ഏതും ഹൈറ്റും ഉള്ളവർക്ക് സ്വിം ചെയ്യാൻ പറ്റും. പിന്നെ ഈ പ്രൊഫഷണൽ സ്വിമ്മേഴ്സിന് നോർമൽ ആയിട്ടുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള എനി ബോഡി ഷേപ്പുള്ള ആളുകളിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന വെച്ചാൽ ഈ പ്രൊഫഷണൽ ആളുകളുടെ ഫിറ്റ്നസും അവരുടെ ട്രെയിനിങ്ങും അവരുടെ ഹൈറ്റും പിന്നെ അവരുടെ ജനറ്റിക്സും. ഇതിൽ ഹൈറ്റ് വലിയൊരു ഘടകമാണ്. ഈ ഹൈറ്റ് നന്നായിട്ടുള്ള ആളുകളുടെ ആംസ് നല്ല വലുതായിരിക്കും, അവരുടെ ഫീറ്റ് നല്ല വലുതായിരിക്കും. അതുകൊണ്ട് അവർക്ക് വെള്ളത്തിന്റെ റെസിസ്റ്റൻസ് അവർക്ക് നന്നായിട്ട് സ്ട്രോക്ക് ചെയ്ത് സ്പീഡിൽ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ എന്നാലും നോർമൽ ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ സ്വിം ചെയ്യാൻ പറ്റും. അത്രയും സ്പീഡിലൊന്നും പറ്റിയില്ലെങ്കിലും അതുപോലെയൊക്കെ സ്വിം ചെയ്യാൻ പറ്റും. നമ്മളൊരു പ്രൊഫഷണൽ ഒളിമ്പിക് സ്വിമ്മറിന്റെ ബോഡി എടുത്തൊന്ന് അനലൈസ് ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ടോൾ ആയിരിക്കും, നല്ല ലീൻ ആയിരിക്കും, അവരുടെ മസിൽസ് ഒക്കെ നല്ല ഡിഫൈൻഡ് ആയിരിക്കും. ഈ സ്വിമ്മിംഗ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാർഡിയോ വർക്കൗട്ടാണ്. അപ്പൊ തന്നെ അവർക്ക് നന്നായിട്ട് ഡെയിലി കലോറി കളയാൻ പറ്റുന്നുണ്ട്, കലോറി ബേൺ ചെയ്ത് കളയാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല ഇവരെല്ലാവരും സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് ഇവരുടെ ബോഡിയിൽ ഈ മസിൽസ് വരികയും ചെയ്യും. അതുപോലെ തന്നെ ഇവരുടെ ബോഡിയിൽ ഈ ഫാറ്റ് പോവുകയും ചെയ്യും. ഈ സ്വിമ്മിങ്ങിലൂടെ ഭയങ്കര കലോറി ബേൺ ചെയ്യുന്നതുകൊണ്ട് അവരുടെ ബോഡിയിലെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജും കുറവായിരിക്കും. അതുകൊണ്ട് അവരുടെ മസിൽസ് ഒക്കെ നല്ല ഡിഫൈൻഡ് ആയിരിക്കും. ഇതിനൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, നിങ്ങൾ പണ്ടത്തെ സ്വിമ്മേഴ്സിന് ഇപ്പോഴത്തെ സ്വിമ്മേഴ്സിനും കമ്പയർ ചെയ്താൽ മതി. പണ്ടത്തെ സ്വിമ്മേഴ്സ് വെയിറ്റ് ട്രെയിനിങ്ങും സ്ട്രെങ്ത് ട്രെയിനിങ്ങും ഇതൊന്നും ചെയ്യത്തില്ലായിരുന്നു. അവർ സ്വിമ്മിങ്ങിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്വിമ്മേഴ്സ് അങ്ങനെയല്ല, അവരെല്ലാം വെയിറ്റ് ട്രെയിനിങ് കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യും. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം പണ്ടത്തെ സ്വിമ്മേഴ്സിന്റെ സ്പീഡും ഇപ്പോഴത്തെ സ്വിമ്മേഴ്സിന്റെ സ്പീഡ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്താൽ മാത്രം മതി. കാരണം പണ്ടത്തെ സ്വിമ്മേഴ്സിനേക്കാളും ഇപ്പോഴത്തെ സ്വിമ്മേഴ്സിന് വെയിറ്റ് ഉണ്ട്. ഇപ്പൊ വെയിറ്റ് ഉണ്ടെങ്കിൽ സ്വിം ചെയ്യാൻ പാടായിരിക്കും. ഇപ്പൊ ഒരു ഭയങ്കര തടിയുള്ള ഒരാൾ സ്വിം ചെയ്യുന്നേക്കാളും എളുപ്പത്തിൽ വണ്ണമില്ലാത്ത ഒരാൾക്ക് ചിലപ്പോൾ സ്വിം ചെയ്ത് പോകാൻ പറ്റില്ല. രണ്ടുപേരും ഒരേ സ്കിൽഡ് ആണേ പോലും. പക്ഷെ എന്നിട്ടും ഇപ്പോഴത്തെ സ്വിമ്മേഴ്സിന് ആ പണ്ടത്തെ സ്വിമ്മേഴ്സിനേക്കാളും സ്പീഡിൽ സ്വിം ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് അവർ അത്രയും ഫാറ്റ് ആയിട്ടൊന്നുമില്ല, കാരണം അവർ അത്രയും ലീൻ ആയിട്ടുള്ള മസിൽ ബിൽഡ് ചെയ്തുകൊണ്ടാണ്. പക്ഷെ ഒരു ആവറേജ് മാന് സ്വിം ചെയ്താൽ കുറെ ബെനിഫിറ്റ് കിട്ടും. മെയിനായിട്ട് നമ്മുടെ ബ്രെയിൻ്റെ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും. നമുക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഡിപ്രഷൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങ് പമ്പ കിടക്കും സ്വിമ്മിങ്ങിലൂടെ. അതൊക്കെ കൊണ്ട് നമ്മുടെ സ്ലീപ്പ് നല്ല ബെറ്റർ ആവും. നമ്മൾ ഒരു ദിവസം നന്നായിട്ട് സ്വിം ചെയ്തിട്ട് വന്ന് കിടന്നു നോക്കിയാൽ നിങ്ങൾ ഉറങ്ങുന്ന പോലും അറിയത്തില്ല, നിങ്ങൾ അങ്ങ് ഉറങ്ങിപ്പോവും. ഒരു 5-8 മണിക്കൂർ നിങ്ങൾ അങ്ങ് ഷട്ട് ഡൗൺ ആയിട്ട് അങ്ങ് ഉറങ്ങിപ്പോവും. അതുകൊണ്ട് എൻ്റെ ഒരു അനലൈസ് ചെയ്യുന്നു ഞാൻ പറയാന്ന് വെച്ചാൽ ഇപ്പൊ സ്വിമ്മിങ്ങിലൂടെ മാത്രം നിങ്ങൾക്ക് മസിൽസ് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് അത്ര എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് കൂടി അതിന്റെ കൂട്ടത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണം. പിന്നെ എല്ലാത്തിനും ഉപരി എല്ലാവരും സ്വിമ്മിങ് അറിഞ്ഞിരിക്കണം. ഇത് സർവൈവൽ സ്കില്ലും കൂടിയാണ്. ഇപ്പൊ ഞാൻ എൻ്റെ മറ്റ് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഒന്ന് കാർഡിയോ ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണം, വെയിറ്റ് ട്രെയിൻ ചെയ്യുന്ന എല്ലാവരും. അപ്പൊ അത് വേണേ നിങ്ങൾക്ക് സ്വിമ്മിങ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ കാർഡിയോ വർക്കൗട്ട് നടക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കില്ലും പഠിക്കും. അതുകൊണ്ട് എല്ലാ സ്പോർട്സിലെയും പ്രൊഫഷണൽസ് ഇപ്പൊ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴെങ്കിലും ആളുകൾ ആ സ്ട്രെങ്ത് ട്രെയിനിങ്ങിന്റെ വാല്യൂ മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട്. എന്ന് വെച്ചാൽ ജിമ്മിൽ പോയി എല്ലാ വെയിറ്റും എടുത്ത് പൊക്കി എല്ലാ ദിവസം ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്താൽ
നിങ്ങളുടെ ജീവിതം തന്നെ മാറും. അപ്പം അത്രേ ഉള്ളൂ ഗായ്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.